ഒരു കടച്ചക്ക ചാറുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു കടച്ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി അതിനാവശ്യമുള്ള ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കടച്ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചിട്ട് ഞാനിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. തേങ്ങ വറുക്കണതിൻ്റെ കൂട്ടത്തിലും നമുക്ക് ഈ പൊടികളാണ് വറുത്തത്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞളിട്ട് വേവിച്ചതാണ്, എന്നാലൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകമാണ്. ഒന്നുകിൽ പെരിഞ്ജീരകം ഇടാം, അല്ലെങ്കിൽ ഗരം മസാല ഇടാം. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. വറുക്കാൻ വെച്ച തേങ്ങയിലേക്ക് ഞാൻ 1/2 സ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഗരം മസാലയാണ് ചേർക്കുന്നതെങ്കിൽ പൊടികൾ ഇടുമ്പോൾ ചേർത്തേച്ചാൽ മതി. ഇപ്പോൾ തേങ്ങയും പെരിഞ്ജീരകം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർത്തു. ഒരു 1.5 സ്പൂൺ, വലിയ സ്പൂണിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഒന്ന് ഇളക്കി മൂപ്പിക്കാം. ഇത് തീയിൽ പോലെ വല്ലാതെ മുരിഞ്ഞ് വരണ്ട, ഒരു ചെറിയ മുരിച്ചിന്, ഒരു മറ്റേ ഗോൾഡൻ കളർ വന്നേച്ചാൽ മതി. മല്ലിപ്പൊടി കഴിഞ്ഞ് ഇനി ഒരു 1/2 സ്പൂണ്, വലിയ സ്പൂണിൽ 1/2 സ്പൂണ് മുളക് പൊടി. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ മല്ലിപ്പൊടി എടുക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണോ കടച്ചക്ക എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക. തേങ്ങ അതിനനുസരിച്ചിട്ട് എടുത്തേച്ചാൽ മതി. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കാരണം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് ഒരു നുള്ളു മതി. ഇനി ഇത് ഇച്ചിരി ആറിക്കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ കടച്ചക്കയ്ക്കുള്ള അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇത് അരപ്പ് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഉള്ളി നല്ലോണം മൂത്ത് വരണം. നമ്മളിതിന് കടുകല്ല വറുത്തിടുക, ഉള്ളി മൂപ്പിച്ചൊഴിക്കുക ചെയ്യുക. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇടാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.